കണ്ണൂർ മലപ്പട്ടത്ത് ജലശുദ്ധീകരണ പ്ലാന്റെന്ന് തെറ്റിദ്ധരിപ്പിച്ച സെപ്റ്റിക് ടാങ്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. യാതൊരുവിധ അനുമതിയും വാങ്ങാതെയാണ് സ്വകാര്യ വ്യക്തി പ്ലാന്റ് നടത്തുന്നത് എന്ന് മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. ബന്ധപ്പെട്ടവരോട് സംസാരിച്ച ശേഷമാണ് പ്ലാന്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് ഉടമ പറയുന്നു. മലപ്പട്ടം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്ന പഴയ ചെങ്കൽ ക്വാറിയിലാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ സമയത്ത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങുകയാണെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. ഇത് മുന്നേ നമ്മൾ ഇവിടെ ഈ പണി തുടങ്ങുന്ന സമയം നമ്മൾ ഇവരോട് ചോദിച്ചായിരുന്നു, മിനറൽ വാട്ടറിൻ്റെ പ്ലാന്റ് തുടങ്ങുന്നതായിട്ടാണ് ഇവർ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തിലെ ജനങ്ങളെ മുഴുവൻ അങ്ങനെ പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട്. അപ്പോൾ ഇത് കുറച്ച് കാലം ഒരു 2-3 ആഴ്ച മുന്നെയാണ് നമ്മളിത് ശ്രദ്ധയിൽപ്പെട്ടത്. കാരണം വെച്ചാൽ രാത്രി നമ്മൾ പുലർച്ചെ നടക്കുമ്പോൾ റോഡ് നടന്നു വരുന്നവരാണ് ഈ ടാങ്കർ വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരുന്നതുണ്ട്. വന്ന് നോക്കുമ്പോൾ അത് മാലിന്യം, കക്കൂസ് മാലിന്യം ഇവിടെ കൊണ്ട് തള്ളുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ പഞ്ചായത്തിൽ നമ്മൾ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു പഞ്ചായത്തിലൊരു അനുമതി കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞു വെച്ചാൽ ശുചിത്വ മിഷൻ്റെ അനുമതി ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടവരും അങ്ങനെ ഒരു പരിപാടി അവർ അനുമതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. കഴിഞ്ഞ 1 മാസമായി പ്രദേശത്ത് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. പ്ലാന്റിലേക്ക് അർദ്ധരാത്രിക്ക് ശേഷം വാഹനങ്ങൾ എത്തുന്നത് കണ്ടാണ് നാട്ടുകാർക്ക് സംശയം തോന്നിയത്. വാഹനങ്ങൾ പോകുമ്പോൾ ദുർഗന്ധം വന്നതോടെ പ്ലാന്റിൽ പരിശോധന നടത്തി. നാട്ടുകാർ സ്ഥലത്തെത്തിയപ്പോൾ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടു. നമ്മൾ സാധാരണ ഈ പ്രഭാത സവാരി നടക്കുന്നവരുണ്ട്, അപ്പോൾ അവരാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് നമുക്ക് പരാതി വന്നു. അങ്ങനെ ആ പരാതിൻ്റെ വെച്ചാൽ നമ്മൾ അന്വേഷിച്ചവരാണ് ഇങ്ങനെയുള്ള ഒരു പ്ലാന്റ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ അന്നേ നമ്മൾ വരുമ്പോൾ തന്നെ ഈ പ്ലാന്റ് ഇങ്ങനെ ഒഴുകി പോകുന്ന രീതി തന്നെയാണ് ഉള്ളതായിരുന്നു. പക്ഷേ നമ്മളത് ഇതേമാതിരി പഞ്ചായത്തിൽ അന്വേഷിക്കുകയും അതിൻ്റെ പരാതികളിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ പിറ്റേന്ന് രാത്രി തന്നെ അവർ ഒരു ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കി വന്നു. പിന്നെ നമ്മൾ പഞ്ചായത്തിൽ കൊടുത്ത് പഞ്ചായത്ത് ഇതിനെയാണ് പറഞ്ഞാൽ ഞങ്ങളൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണ് പ്ലാന്റിൽ എത്തിക്കുന്നതെന്ന് വ്യക്തമായതോടെ പഞ്ചായത്തിന് പരാതി നൽകി. നാട്ടുകാരിപ്പം ഉദ്ദേശിക്കുന്നത് സംഘടിച്ച് തടയുക, വേറെ ഒന്നും ഇതിന് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒരു പുഴയാണ്. ആ പുഴയിലേക്ക് മഴക്കാലത്ത് ഇവിടുന്ന് മാലിന്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ ഇരിക്കൂർ പുഴയത്, ഇരിക്കൂർ പുഴയിൽ ഒരുപാട് മാലിന്യങ്ങൾ പോയിക്കണം. അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണിത്. അപ്പോൾ നമ്മൾ എല്ലാവരും തീരുമാനിച്ചത് ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇത് മൊത്തത്തിൽ തടയാനാണ് ആൾക്കാർ തീരുമാനിച്ചത്, നാട്ടുകാർ. മലപ്പട്ടം സ്കൂളിന് പുറമെ പ്ലാന്റിന് ചുറ്റും വീടുകളുമുണ്ട്. പ്ലാന്റ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് താഴെ മിനറൽ വാട്ടർ നിർമ്മാണ യൂണിറ്റുമുണ്ട്. ഇതിനോട് ചേർന്നാണ് ഇരിക്കൂർ പുഴയും ഒഴുകുന്നത്. ഒരു മാനദണ്ഡവുമില്ലാതെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. എന്നാൽ ആരംഭിക്കുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് തന്നെയാണെന്നും നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഉടമ കണ്ണൂർ സ്വദേശി ബിജു പറയുന്നു. പഞ്ചായത്ത് അധികൃതരോട് കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും ശുചിത്വ മിഷന്റെ അനുമതി മാത്രമാണ് വേണ്ടതെന്നും ബിജു പറഞ്ഞു. അത് ഒരു വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കൂടുതലും മലപ്പട്ടം പഞ്ചായത്ത് ആ ഭാഗത്ത് വരുന്നതും ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹോട്ടലുകളിൽ നിന്നുള്ള ഉണ്ടാവില്ലേ വേസ്റ്റ് വാട്ടർ, അത് ട്രീറ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. എന്നിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അത് പിന്നെ ഉപയോഗിക്കാനുള്ള പരിപാടി എന്തെങ്കിലും ഉണ്ടോ? ഉപയോഗിക്കാം, അത് കൃഷിക്ക് ഉപയോഗിക്കാം. നല്ല പ്യൂർ വാട്ടർ ആയിട്ട് വരും. അത് നമുക്ക് ഇത് പൊല്യൂഷന്റെ പെർമിഷനാണ് വേണ്ടത്. അപ്പം അത് നമ്മൾ ഇത് വർക്ക് കംപ്ലീറ്റ് ആയില്ല അവിടെ. അപ്പൊ ഇനി കുറച്ചും കൂടി വർക്ക് എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം പൊല്യൂഷന് കൊടുത്തതിന് ശേഷം പഞ്ചായത്തിന് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇവരുടെ ഈ പഞ്ചായത്തിന്റെ ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു? പെർമിഷന്റെ അല്ല, അതല്ലാതെ ഇങ്ങനെ തുടങ്ങുന്നതൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? സൂചിപ്പിച്ചിരുന്നു. ആണോ? ആരോടാ? പ്രസിഡന്റോടാണോ? പ്രസിഡന്റ്, സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടല്ലേ? സൂചിപ്പിച്ചിരുന്നു. ബിജുവിന്റെ വാദം പൂർണ്ണമായി തള്ളുകയാണ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രമണി. വാക്കാൽ പോലും അനുമതി നൽകിയിട്ടില്ലെന്നും ശുചിത്വ മിഷന് മുന്നിലും ഈ കാര്യം എത്തിയിട്ടില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അവര് പഞ്ചായത്തിൽ ഇങ്ങനെ തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ സെക്രട്ടറിയെ വന്ന് കണ്ടിരുന്നു. സെക്രട്ടറി അതിന് അനുവാദം വാക്കാൽ പോലും കൊടുത്തിട്ടില്ല. പഞ്ചായത്തുമായിട്ട് ഒരു കാര്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. പിന്നെ അവര് തുടങ്ങി ജനങ്ങള് പ്രതിഷേധത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെ പോലെയുള്ള ആളുകൾ അറിയുന്നത്. അപ്പോൾ പിന്നീട് നമ്മളത് അന്വേഷിച്ചപ്പോൾ ശുചിത്വ മിഷന്റെ അംഗീകാരം പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരെ വിളിച്ച് നമ്മൾ ഇവിടെ പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി അതിൽ നിന്ന് പിന്മാറണം, അത് ഇവിടെ അനുവദിക്കൂല എന്നുള്ള രീതിയിൽ പറയുകയും അവരത് പുറകോട്ട് പോയിട്ടുമുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. പദ്ധതിക്ക് അനുമതി നൽകില്ലെന്ന് പ്രദേശവാസികൾക്ക് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്.
കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.